മാനവ സംസ്കാരത്തിൻ്റെ ഉറവിടം നമ്മുടെ കാടുകളാണ്. അത് ആര്യനാണെങ്കിലും അനാര്യനാണെങ്കിലും മറ്റേതു മനുഷ്യവർഗമാണെങ്കിലും പെറുക്കിത്തിന്നും മാന്തിത്തിന്നും ചുട്ടുതിന്നും കഴിഞ്ഞിരുന്ന ഒരു തലമുറയുടെ പിൻഗാമികളാണ് നാം ഓരോരുത്തരും. ട്രൈബൽ മിഷൻ പത്തനംതിട്ട യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. പത്തനംതിട്ട ജില്ലയിലെ ഒരു ആദിവാസി ഗോത്രമായ ഉള്ളാടരെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. പത്തനംതിട്ട ജില്ലയിലെ റാന്നി താലൂക്കിൽ ശബരിമല വനത്തോട് ചേർന്ന് കിടക്കുന്ന പെരുനാട് നാറാണമൂഴി പഞ്ചായത്തുകളിലെ വിവിധ സെറ്റിൽമെന്റ് കോളനികളിൽ ഇവർ താമസിച്ചു വരുന്നു. കൂടാതെ ഇടുക്കി, കോട്ടയം, ആലപ്പുഴ, എറണാകുളം തുടങ്ങിയ 12ഓളം ജില്ലകളിലായി ഉള്ളാടർ താമസിക്കുന്നുണ്ട്. എടുത്തു പറയേണ്ട ഒരു കാര്യം, കേരളത്തിലെ 12 ജില്ലകളിലെ സ്വയംഭരണ സ്ഥാപനങ്ങളിലും വസിക്കുന്ന ഒരേ ഒരു ആദിവാസി വിഭാഗം ഉള്ളാടരാണ്. എണ്ണത്തിൽ കുറവുള്ള മലയാളം സംസാരിക്കുന്ന നിരക്ഷരരായ ഒരു ആദിവാസി വിഭാഗമാണ് കേരളത്തിലെ ഉള്ളാടർ എന്ന് പ്രശസ്ത ചരിത്രകാരൻ LK അനന്തകൃഷ്ണയ്യർ അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ഇന്ന് അങ്ങനെയല്ല. ഇന്നത്തെ ഉള്ളാടർ വിദ്യാസമ്പന്നരും സംസ്കാര സമ്പന്നരുമായി മാറിക്കൊണ്ടിരിക്കുന്നു. ഉള്ളാടൻ എന്ന വാക്കിൻ്റെ ഉത്ഭവം ഉൾ എന്നും ഓടുന്നു എന്നുമുള്ള 2 വാക്കിൽ നിന്നാണ് ഉണ്ടായതെന്ന് കരുതുന്നു. അതായത് മേൽജാതിക്കാരുടെ സാമീപ്യത്തിൽ നിന്നും കാട്ടിലേക്ക് ഓടി ഒളിച്ചവർ എന്നർത്ഥം. വനാന്തരങ്ങളിൽ ജീവിക്കുന്നവർ എന്നർത്ഥം വരുന്ന ഉൾ, ലാടൻ എന്ന 2 വാക്കുകൾ ചേർന്നാണെന്ന് മറ്റൊരു വാദവും നിലനിൽക്കുന്നുണ്ട്. നരവംശ ശാസ്ത്രമനുസരിച്ച് ഉള്ളാടർ പൊതുവെ നിഗ്രിറ്റോ വംശത്തിൻ്റെയും ദ്രാവിഡ വംശത്തിൻ്റെയും സമ്മിശ്ര പ്രത്യേകതകൾ കാണുന്നുണ്ട്. പ്രശസ്ത നരവംശ ശാസ്ത്രജ്ഞനായ ഏഷ് കീൻ പോലുള്ളവർ അഭിപ്രായപ്പെടുന്നു. ഇതിന് അവർ ചൂണ്ടിക്കാണിക്കുന്നത് അവരുടെ പ്രകൃതമാണ്. ഉള്ളാടർ പൊതുവെ ഉയരം കുറഞ്ഞവരും കറുത്തവരും കറുത്ത കണ്ണുള്ളവരും നീണ്ട ഒട്ടിയ മുഖവും നീണ്ട മൂക്കും ഉള്ളവരുമാണ്. പണ്ടുകാലങ്ങളിൽ തലമുടി നെറുകയിൽ കെട്ടിവെക്കുന്ന പതിവും ഉള്ളാടർക്ക് ഉണ്ടായിരുന്നു. ഉള്ളാടർ വാത്മീകി മഹർഷിയുടെ സന്താന പരമ്പരയിൽപ്പെട്ടവരാണെന്ന് അവർ വിശ്വസിച്ചു പോരുന്നു. ഒരു കാലത്ത് കാട്ടാളർ എന്നും കാട്ടളിയർ എന്നും ഇവർ അറിയപ്പെട്ടിരുന്നു. ഇവരുടെ ഇടയിൽ പൊതുവെ 4 വിഭാഗങ്ങളുണ്ടെന്ന് കരുതപ്പെടുന്നു. ഉള്ളാടർ, ചെരപ്പൻ, തളിപ്പൻ, നായാടി എന്നിവയാണ് ഈ വിഭാഗങ്ങൾ. ഇവർ പരസ്പരം വിവാഹം കഴിക്കുകയോ ഭക്ഷണം കഴിക്കുകയോ ചെയ്യാറില്ല. പത്തനംതിട്ട ജില്ലയിൽ ഉള്ളത് ഉള്ളാടറാണ്. ഉള്ളാടരുടെ പൂർവികരുടെ ജന്മസ്ഥലമെന്ന് കരുതുന്നു. ഇന്നും തലപ്പാറ കോട്ടയിലെ പൂജകൾ നടത്തുന്നത് ഉള്ളാടരിലെ കൊച്ചുവേലൻ എന്ന സ്ഥാനപ്പേരുള്ള വ്യക്തിയാണ്. കൊച്ചുവേലൻ ശബരിമല ശ്രീ അയ്യപ്പൻ്റെ പിതൃസ്ഥാനീയനാണെന്ന് കരുതപ്പെടുന്നു. സാമൂഹികമായി വ്യത്യസ്ത ചടങ്ങുകൾ നടത്തുന്നവരാണ് ഉള്ളാടർ. പെൺകുട്ടികൾക്ക് 7 വയസ്സാകുമ്പോൾ കാതുകുത്തു കല്യാണവും ഋതുവാകുമ്പോൾ തെരണ്ടു കല്യാണവും കൊണ്ടാടുന്നു. അതുപോലെ വളരെ കൃത്യമായി പാലിക്കുന്ന ഒരു സമ്പ്രദായമാണ് ഇല്ലം. ഒരേ ഇല്ലത്തിൽപ്പെട്ടവർ തമ്മിൽ വിവാഹബന്ധത്തിൽ ഏർപ്പെടാറില്ല. ആൺകുട്ടികൾക്ക് 7 വയസ്സ് ആകുമ്പോൾ കാതുകുത്തുകയും കൗപീനം ധരിക്കുകയും ചെയ്യുന്ന കൊടികെട്ടൽ എന്നൊരു ചടങ്ങും ഇവർക്കുണ്ട്. എന്നാൽ വിദ്യാഭ്യാസം ലഭിച്ചതോടുകൂടി ഇത്തരം ആചാരങ്ങളൊന്നും പുതിയ തലമുറ പാലിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഉള്ളാടർ മികച്ച കൃഷിക്കാരാണ്. നെല്ല്, ഇഞ്ചി, മഞ്ഞൾ എന്നിവയാണ് പ്രധാന കൃഷികൾ. സ്വന്തം ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ഇവർ തന്നെ കൃഷി ചെയ്ത് ഉണ്ടാക്കുന്നു. മീൻപിടുത്തവും വനവിഭവ ശേഖരണവുമാണ് മുഖ്യ തൊഴിലായിട്ട് സ്വീകരിച്ചിട്ടുള്ളത്. തേൻ, കുന്തിരിക്കം, അരക്ക്, ഈഞ്ച തുടങ്ങിയ വനവിഭവങ്ങൾ വിറ്റ്
മറ്റ് നിത്യോപയോഗ സാധനങ്ങൾ വാങ്ങുന്നു. കാട്ടിൽ നിന്ന് കിട്ടുന്ന കിഴങ്ങുവർഗ്ഗങ്ങൾ ശേഖരിച്ച് മുൻകാലങ്ങളിൽ ഭക്ഷിച്ചിരുന്നു. മരം വെട്ടും വള്ളം പണിയുമാണ് തീരദേശത്തുള്ള ഉള്ളാടരുടെ തൊഴിൽ. മരുന്നു ശേഖരണത്തിനും ഒറ്റമൂലി പ്രയോഗത്തിനും ഉള്ളാടർ വിദഗ്ധരാണ്. മതവിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഉള്ളാടർ മറ്റ് ആദിവാസികളെ പോലെ തനതായ വിശ്വാസ ആചാരങ്ങൾ വെച്ച് പുലർത്തി പോരുന്നുണ്ട്. സൂക്ഷ്മമായി പരിശോധിച്ചാൽ മറ്റു മതങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ദ്രാവിഡ ആചാര വിശ്വാസങ്ങളാണ് പുലർത്തി പോരുന്നതെന്ന് നമുക്ക് കാണുവാൻ കഴിയും. ഒടിവിദ്യയിലും മന്ത്രവാദത്തിലും പ്രത്യേകം പ്രാവീണ്യം നേടിയവരായിരുന്നു മുമ്പുള്ള ഉള്ളാടർ. ഇപ്പോഴും മരുന്നും മന്ത്രവും അറിയാവുന്നവർ അവരുടെ ഇടയിൽ ഉണ്ട്. തങ്ങൾക്ക് ദുർദേവതകളുമായി ബന്ധപ്പെടാൻ കഴിയുമെന്ന് ഉള്ളാടർ ഇന്നും അവകാശപ്പെടുന്നുണ്ട്. കാപ്പിരി, തീക്കുറ്റിച്ചാത്തൻ എന്നീ ദുർദേവതകളുടെ സേവയായിരുന്നു പണ്ടുള്ളവർക്ക് പ്രാധാന്യം. കൂടാതെ ചക്കി, കൊട്ടിയ, അയ്യ തുടങ്ങിയ ദുർമൂർത്തികളെയും ആരാധിച്ചിരുന്നു. ഈ ദേവതകളുടെ പേരുകൾ പല സ്ഥലത്തും പലതായിരുന്നു. ആരാധനാ സ്ഥലങ്ങളിൽ ചെറിയ കല്ലുകളിൽ ഈ ദേവതകളെ പ്രതിഷ്ഠിക്കുന്നു. അരിപ്പൊടി, ആട്, കോഴി, കള്ള, അരി, നാളികരം, വാഴപ്പഴം എന്നിവ കന്നിമാസത്തിലെ ആദ്യ വെള്ളിയാഴ്ച നിവേദിക്കുന്നു. കൂടാതെ ഈ മൂർത്തികളുടെ കോലം കെട്ടി ആടാറുണ്ട്. സേവാമൂർത്തികളുടെ പ്രീതിക്ക് വേണ്ടി സ്ത്രീകൾ മുടിയാട്ടവും നടത്താറുണ്ട്. മരിച്ചുപോയവരുടെ പിതൃക്കളെ ആരാധിക്കുന്ന രീതി ഇവരുടെ ഇടയിൽ ഇന്നും നിലനിൽക്കുന്നു. പ്രധാന ആരാധന മൂർത്തി ശബരിമല ശ്രീ അയ്യപ്പൻ ആണെങ്കിലും അതോടൊപ്പം മലദൈവങ്ങളെ ആരാധിക്കുന്ന രീതിയും എടുത്തു പറയേണ്ടതാണ്. ഉള്ളാടരുടെ മരണാനന്തര ചടങ്ങുകൾ ഒരു പ്രത്യേകതയാണ്. മൃതദേഹം നിലത്ത് പായിൽ കിടത്തി നിലവിളക്കും ചന്ദനത്തിരിയും കത്തിച്ചു വെക്കുന്നു. ഭൂമിയുടെ തെക്കു ഭാഗത്ത് കുഴി ഒരുക്കിയ ശേഷം അതിൽ കുന്തിരിക്ക വിടും. തുടർന്ന് കുടിയുടെ മൂപ്പൻ മന്ത്രങ്ങൾ ചൊല്ലിയ ശേഷം തെക്കോട്ട് തലവെച്ച് ശവം അടക്കുന്നു. മരിച്ചയാളുടെ കർമ്മങ്ങൾ ചെയ്യുന്നത് മരുമകനായിരിക്കും. പണ്ടുകാലത്ത് പലതരത്തിലുള്ള പച്ചിലകൾ കൊണ്ട് ശവശരീരം പൊതിഞ്ഞ് കാട്ടുവള്ളികൾ കൊണ്ട് കെട്ടിമുറുക്കുമായിരുന്നു. ഇന്ന് തുണി കൊണ്ട് ശരീരം പൊതിയുന്നു. മുളകീറി ചതച്ച് കുഴിക്കടിയിലും ശവശരീരത്തിൻ്റെ ഇരുവശങ്ങളിലും മുകളിലും വെച്ചാണ് മണ്ണ് മൂടുന്നത്. ഉള്ളാടരുടെ കലാരൂപങ്ങളെല്ലാം അവരുടെ മതപരമായ ആചാര അനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് നടന്നിരുന്നത്. മുത്തിയൂട്ട്, ദേവതാസ്തുതി, വിളക്കുപാട്ട്, വിൽപ്പാട്ട്, ചവിട്ടുകളി, തുമ്പിതുള്ളൽ, പഴുക്കാകളി, മുടിയാട്ടം എന്നിവയാണ് പ്രധാന കളികൾ. കോലം കെട്ടിത്തുള്ളൽ, കൈകൊട്ടിക്കളി, കോൽക്കളി എന്നിവയാണ് പൊതുവെയുള്ള വിനോദങ്ങൾ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും ഇതുപോലെയുള്ള വീഡിയോകളുമായി നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.